എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിജിൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമ്മളൊരു 30 മിനിറ്റ് വരെ മാറ്റി വെക്കണം. ആ ചിക്കനിൽ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതൊന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത്, അത്യാവശ്യം വലുപ്പമുള്ള 2 ഉള്ളിയാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ആ സമയം നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളക് നടുകെ കീറിയതും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, എരിവുള്ള ചില്ലി പൗഡറാണ്, മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരും. ഈ സമയം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനിൽ നമ്മൾ നേരത്തെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇതിൽ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ വളരെ എളുപ്പമാണ് നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അല്പം വെള്ളമാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലെ വെള്ളമൊക്കെ നല്ലതായി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് താളിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അതിനായിട്ട് 2 വറ്റൽമുളക് മുറിച്ച് അല്പം കടുകും ചേർത്ത് വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് ചിക്കൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കറി ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. സ്റ്റേ ഹോം, stay safe.